Welcome to Sunrise English class. ഹലോ എവരിവൺ, ഇന്നത്തെ ക്ലാസ് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കോൺവെർസേഷൻ ആണ്. കോൺവെർസേഷനിലൂടെ ചെറിയ ചെറിയ സെൻറ്റൻസുകൾ പഠിക്കുവാനായിട്ട് സാധിക്കും. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഐ തിങ്ക് എന്ന് പറഞ്ഞാൽ ഞാൻ കരുതുന്നു. ഐ ലോസ്റ്റ് മൈ ഹൗസ് കീ. എൻ്റെ വീടിൻ്റെ താക്കോൽ നഷ്ടപ്പെട്ടതായി ഞാൻ കരുതുന്നു. ഐ ഹാഡ് ഇറ്റ് ലാസ്റ്റ് നൈറ്റ്. ഇന്നലെ രാത്രി എൻ്റെ കൈവശം ഉണ്ടായിരുന്നു. ഹാഡ് ഉപയോഗിക്കുന്നത് നമ്മുടെ കൈവശം എന്തെങ്കിലും ഉണ്ടായിരുന്നു എന്ന് പറയുവാൻ വേണ്ടിയാണ്. പൊസഷൻ ഓർ ഓണർഷിപ്പ്. ബട്ട് പക്ഷേ നൗ ഇറ്റ്സ് ഗോൺ. പക്ഷേ ഇപ്പോൾ അത് പോയി. തിങ്ക് ഐ ലോസ്റ്റ് മൈ ഹൗസ് കീ. ഐ ഹാഡ് ഇറ്റ് ലാസ്റ്റ് നൈറ്റ് ബട്ട് നൗ ഇറ്റ് ഈസ് ഗോൺ. അതിന് മറുപടിയായിട്ട് പറയുകയാണ് ഓനോ. ഓനോ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ പറയുന്ന അയ്യോ എന്ന മീനിങ് ആണ്. ദാറ്റ്സ് ഫസ്ട്രേറ്റിംഗ്. ഫസ്ട്രേറ്റിംഗ് എന്ന് പറഞ്ഞാൽ നിരാശാജനകമായ. ഹാവ് യു ചെക്ക് യുവർ ബാഗ്. നിന്റെ ബാഗ് പരിശോധിച്ചിട്ടുണ്ടോ? Oh no, that's frustrating. Have you checked your bag? Yeah എന്ന് പറഞ്ഞാൽ യേസ് എന്ന മീനിങ് തന്നെയാണ്. അതെ. ഐ ഹാവ് ചെക്ക് എവ്രിവെയർ. എവ്രിവെയർ എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും. ഞാൻ എല്ലായിടത്തും പരിശോധിച്ചിട്ടുണ്ട്. ഐ ഡോണ്ട് നോ. എനിക്കറിയില്ല. വാട്ട് ഐ ഡിഡ് വിത്ത് ഇറ്റ്. അത് എന്ത് ചെയ്തെന്ന് എനിക്കറിയില്ല. Yeah, I have checked everywhere. I don't know what I did with it. Let's think this through. ഇത് ആലോചിച്ചൊന്ന് നോക്കാം. Where was the last place you remember use it? ഇത് ഉപയോഗിച്ചതായി ഓർക്കുന്ന അവസാന സ്ഥലം എവിടെയാണ്? Let's think this through. Where was the last place you remember use it? അതിനു മറുപടിയായിട്ട് പറയുകയാണ് ഐ തിങ്ക് എന്ന് പറഞ്ഞാൽ ഞാൻ കരുതുന്നു. ഇറ്റ് വാസ് വെൻ ഐ കെയിം ഹോം ഫ്രം പ്രാക്ടീസ് യെസ്റ്റർഡേ. യെസ്റ്റർഡേ എന്ന് പറഞ്ഞാൽ ഇന്നലെ. ഇന്നലെ പ്രാക്ടീസ് കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോഴാണെന്ന് തോന്നുന്നു അല്ലെങ്കിൽ കരുതുന്നു. ഐ തിങ്ക് ഇറ്റ് വാസ് വെൻ ഐ കെയിം ഹോം ഫ്രം പ്രാക്ടീസ് യെസ്റ്റർഡേ. മേ ബി ഇറ്റ് ഫെൽ ഔട്ട് യുവർ ബാഗ്. അത് നിങ്ങളുടെ ബാഗിൽ നിന്ന് വീണിരിക്കാം. ഫെൽ ഔട്ട് എന്ന് പറഞ്ഞാൽ പുറത്തു വീഴുക. മേ ബി ഇറ്റ് ഫെൽ ഔട്ട് യുവർ ബാഗ്. ലെറ്റ്സ് ചെക്ക് ദ ലിവിംഗ് റൂം. നമുക്ക് ലിവിംഗ് റൂം പരിശോധിക്കാം. ആൻഡ് സീ ഇഫ് ലെറ്റ്സ് ദെയർ. നമുക്ക് ലിവിംഗ് റൂം പരിശോധിച്ച് അവിടെയുണ്ടോ എന്ന് നോക്കാം. Let's check the living room and see if it's there. There is it. It was hiding under the couch cushion. Hiding എന്ന് പറഞ്ഞാൽ ഒളിച്ചിരിക്കുക. അതുകൊണ്ട് സോഫയുടെ കുഷ്യൻ അടിയിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. There is it. It was hiding under the couch cushion. അതിനു മറുപടിയായി പറയുകയാണ് വാട്ട് എ റിലീഫ്. എന്തൊരു ആശ്വാസം. റിലീഫ് എന്ന് പറഞ്ഞാൽ ആശ്വാസം. താങ്ക്സ് ഫോർ ഹെൽപ്പിംഗ് മീ ഫൈൻഡ് ഇറ്റ്. ഇത് കണ്ടെത്താൻ എന്നെ സഹായിച്ചതിന് നന്ദി. വാട്ട് എ റിലീഫ്. താങ്ക്സ് ഫോർ ഹെൽപ്പിംഗ് മീ ഫൈൻഡ് ഇറ്റ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.